മുൻ എം പിയും പ്രമുഖ അഭിഭാഷകനുമായ തമ്പാൻ തോമസ് ആണ്. നമസ്കാരം. ഈ വരാനിരിക്കുന്ന ഇലക്ഷനിൽ 40 വർഷം പിന്നിടുന്ന സമയത്ത് സാറിൻ്റെ ഓർമ്മകൾ എന്തൊക്കെയാണ്? നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയത്തിൽ ഈ മാറ്റങ്ങളുണ്ടാവും. പക്ഷേ രാഷ്ട്രീയ രംഗത്ത് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതലുണ്ട്. ഞാൻ ഇപ്പോഴും ആ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൽ തന്നെ നിലകൊള്ളുന്നു. BJP വളരാനുള്ള വെള്ളവും വളവും കൊടുത്തത് സോഷ്യലിസ്റ്റുകളാണെന്ന് നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ അതിനെതിരെയുള്ള പോരാട്ടവും നടത്തിയത് അവർ തന്നെയാണ്. കോർപ്പറേറ്റിസം കൊണ്ടുവന്നതിന് ശേഷം അത് വളരുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ആര്? ജനങ്ങളുടെ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രവർത്തന രീതി അവലംബിക്കേണ്ടതായിരുന്നു. മോഡിയുടെ ചെരുപ്പ് നോക്കി ഭരിക്കാൻ പറയും ഓരോ സംസ്ഥാനത്തിലെ മന്ത്രിമാരോടും. എൻ്റെ ചെരുപ്പ് ഞാൻ എൻ്റെ സിംഹാസനത്തിൽ വെച്ചിട്ടുണ്ട്. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും ട്രേഡ് യൂണിയൻ നേതാവും മുൻ എം പിയും പ്രമുഖ അഭിഭാഷകനുമായ തമ്പാൻ തോമസ് ആണ്. നമസ്കാരം സാർ. നമസ്കാരം. സാർ, ഒരു ഇലക്ഷൻ്റെ ഏതാണ്ട് പടിവാതിക്കൽ എത്തി നിൽക്കുക നമ്മൾ. ഇത് പറയുമ്പം 1984 സാർ ഇതുപോലെ ഒരു സമയത്താണ് ഇലക്ഷനെ നേരിടുകയും വളരെ വലിയ ഒരു വിജയം നേടുകയൊക്കെ ചെയ്തിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും അതൊരു വലിയ വിജയം തന്നെയായിരുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. ഈ വരാനിരിക്കുന്ന ഇലക്ഷനിൽ 40 വർഷം പിന്നിടുന്ന സമയത്ത് സാറിൻ്റെ ഓർമ്മകൾ എന്തൊക്കെയാണ്? അന്ന് തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പം അതിനകത്ത് ജനങ്ങളുടെ അഭിപ്രായങ്ങളെ മൗൾഡ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ തിരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കുന്ന തിരഞ്ഞെടുപ്പ്, ഞാൻ ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി ചെല്ലുമ്പോൾ എന്നെ സഹായിക്കേണ്ട ഇടതുപക്ഷ കക്ഷികളിലെ CPM ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ നിയോജക മണ്ഡലത്തിൽ 3 ലക്ഷം വോട്ടിനെങ്കിലും തോൽക്കും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അസംബ്ലി മണ്ഡലങ്ങൾ UDFൻ്റേതാണ്. അവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏറ്റവും ദുഷ്കരമായ ഒരു നിയോജകമണ്ഡലം ജയിക്കാൻ, ഇടതുപക്ഷത്തിന് ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു നിയോജകമണ്ഡലം അവർ തന്നെ കണക്കുകൾ കൂട്ടി അവതരിപ്പിച്ചത് 10 ലക്ഷം വോട്ടുകളുള്ളതിൽ 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ ടോട്ടൽ വന്നാൽ ഇടതുപക്ഷം എന്ന നിലയിൽ 1.5 ലക്ഷം വോട്ടുകളാണ് നമുക്ക് നേടാൻ സാധിക്കുക. 3-3.5 ലക്ഷം വോട്ടിന് തോൽക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അവിടെയാണ് വിജയിക്കുവാനുള്ള സാഹചര്യം എനിക്കുണ്ടായത്. വളരെ അപൂർവം ആളുകൾ മാത്രം വിജയിച്ച ഇവരിലൊരാളായിട്ടാണ് ഞാൻ പാർലമെൻറ്റിലേക്ക് പോകുന്നത്. രാജീവ് ഗാന്ധിയുടെ ആർക്കും ഇന്ന് കടന്നു വെട്ടാൻ കഴിയാത്ത ഭൂരിപക്ഷം അന്ന് കോൺഗ്രസിന് ലഭിക്കുന്നുണ്ട്. തരംഗമാണ് ഒന്ന്. രണ്ടാമത്, ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം പ്രതിപക്ഷത്തിൻ്റെ പ്രസക്തി, അതിനെതിരെയുള്ള ജനങ്ങളുടെ വികാരം ജ്വലിച്ചു നിൽക്കുന്ന ആ സാഹചര്യം, അത് പ്രകടമാക്കുന്നതിന് വേണ്ടിയുള്ള ജനങ്ങളുടെ മുന്നോട്ടുള്ള വരവ്, ഇത്തരം സാഹചര്യങ്ങൾ അവിടെ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ വിജയിച്ചു. വിജയിച്ചത് ആ മണ്ഡലത്തിലെ ആളുകൾ അംഗീകരിക്കുന്ന, അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പ്രചരണ രീതിയും സമീപന രീതിയും കൈക്കൊള്ളുവാൻ കഴിഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ വിജയം ഇന്ത്യയിൽ ഞങ്ങൾ അന്ന് ജയിച്ചു എന്ന് പറയുന്നത്, അതിനു മുമ്പ് ഭരണാധികാരികളായിരുന്ന ജനതാ പാർട്ടിയുടെ MP ആയിട്ടാണ് ഞാൻ ജയിക്കുന്നത്. ആ ജനതാ പാർട്ടി കേവലം എല്ലാ ആളുകളും കൂടി, അതായത് ശരത് പവാറിൻ്റെ ആളുകൾ ഉൾപ്പെടെ 10 അംഗങ്ങളിലേക്ക് ചുരുങ്ങുന്ന, ബിജു പട്നായിക്, ശരത് പവാർ എന്നിവർ ജയിച്ചവർ ഉൾപ്പെടെയുള്ള അംഗസംഖ്യ 10-ലധിക്കത്തക്ക രീതിയിലുള്ള അംഗസംഖ്യയായി മാറിയിരുന്നു. അതിനു മുമ്പ് ഭരണകക്ഷികളായിരുന്നവരും മുഖ്യമന്ത്രിമാരായിരുന്നവരും ഒക്കെയാണ് ഭരിച്ചിരുന്നത്. ചന്ദ്രശേഖർ, പാർട്ടിയുടെ പ്രസിഡന്റ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ പരാജയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. വളരെ ഒരു ചുരുങ്ങിയ ഗ്രൂപ്പ് മാത്രമാണ് പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന ആ ഗ്രൂപ്പ് അടുത്ത തവണ അധികാരത്തിലേക്ക് വരത്തക്കവണ്ണം ജനതാദളായി VP സിംഗിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് ഉണ്ടാകത്തക്കവണ്ണം വളർന്നു വരികയും ചെയ്തു. ഇതാണ് രാഷ്ട്രീയത്തിലെ എൻ്റെ അനുഭവത്തിൽ അപ്പോൾ ഞാനവിടെ
എത്തിയതിനു ശേഷം ആ പാർട്ടിയുടെ പുതുതായി ഉണ്ടായ ജനതാദൾ എന്ന പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി 5 ദേശീയ സെക്രട്ടറിമാർ ആ പാർട്ടി രൂപീകരിക്കുന്ന അവസരത്തിൽ അപ്പം VP സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വരത്തക്ക രീതിയിലുള്ള ആശയപരമായ രാഷ്ട്രീയമായ ധ്രുവീകരണം സംഭവിക്കുന്നതിനിടയാക്കി തീർക്കുന്ന ദേശീയ നിർവാഹക സമിതിയിൽ 5 അംഗങ്ങളടങ്ങുന്ന ഒരു സെക്രട്ടേറിയറ്റാണ് അതിനുണ്ടായിരുന്നത്. അതിലൊരാളായിരുന്നു. പിന്നീടുണ്ടായിരുന്നത് മേലേക്കിടയിലുള്ള നേതൃത്വം, അങ്ങനെ 11 ആളുകളടങ്ങുന്ന ഒരു സംഘമാണ് അത് നയിച്ചു വീണ്ടും ജനതാ പാർട്ടി ജനതാദൾ ആയി മാറുകയും VP സിംഗ് പ്രധാനമന്ത്രിയായി തീരുകയും ചെയ്തു. അത് അതിനകത്ത് നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയത്തിൽ ഈ മാറ്റങ്ങളുണ്ടാവും. ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് അന്ന് അടിസ്ഥാനപരമായ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അതിനകത്ത് ഇന്ദിരാഗാന്ധിക്കുണ്ടായ അധികാരഭ്രമവും ഭരണഘടനയ്ക്ക് അപ്പുറത്ത് തൻ്റെ കുടുംബം, തൻ്റെ മകൻ, തനിക്ക് ശേഷം വരേണ്ട മകൻ ആരെയെന്ന് തീരുമാനിച്ച് ആ ആളെ തന്നെ കൊണ്ടുവന്ന് അധികാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളും, പിന്നെ അമിതാധികാര ശക്തികളുടെ പ്രവർത്തനങ്ങളും, ഓരോ പ്രദേശങ്ങളിലും അധികാരത്തിലേക്ക് വന്നവർ പോലീസിനെയും ഗവൺമെൻറ്റിനെയും അധികാരത്തെയും ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം, ഇതൊക്കെ വളരെ വ്യക്തമായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ ജയിലിലും മാസവും ജയിലിൽ കിടക്കേണ്ടി വന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഒരാഴ്ചയ്ക്ക് 1 മാസത്തിനകം ഈ ഭവനത്തിൽ നിന്നാണ് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. പിന്നീട് ഉണ്ടായ അനുഭവങ്ങൾ, തിക്തമായ അനുഭവങ്ങളിൽ കൂടാണ് ഞാൻ കടന്നു വന്നത്. അതിലേറ്റവും തിക്തമായ അനുഭവം എന്നെ കോടതി, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു അഭിഭാഷകൻ എന്നെ പ്രാക്ടീസ് ചെയ്യുന്ന കോടതിയിൽ ഹാജരാക്കുന്ന അവസരത്തിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഹേബിയസ് കോർപ്പസ് ഹർജി കേൾക്കുമ്പോൾ അന്ന് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായിരുന്ന ശ്രീ TCN മേനോനോട് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ശ്രീ ഗോവിന്ദ നായർ ചോദിച്ചു, തമ്പാൻ തോമസ് ഈ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്, നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് എന്താണ് കാരണം പറയാം? കാരണം പറയുന്ന തമ്പാൻ തോമസ് ഡെറ്റിന്യൂ ആണ്, കാരണങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഗവൺമെൻറ് അതിനുള്ള അധികാരമുണ്ട്. കോടതി നേരിട്ട് ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി പറയുന്നത്, തമ്പാൻ തോമസിനെ നിങ്ങൾ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ വെടിവെച്ച് കൊല്ലുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ? ഉണ്ട്. മറുപടി ഇല്ല എന്നായിരുന്നില്ല അന്ന്. പിന്നീട് സുപ്രീം കോടതി ഇടപെട്ട് കേസിൽ ആർട്ടിക്കിൾ 21 സ്റ്റേ ചെയ്യാൻ ആർക്കും അധികാരമില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് കൊല്ലാൻ അധികാരമില്ല എന്ന് കോടതിയുടെ ഒരു വിധി വരുന്നത്. എന്നെ കോടതിയിൽ ഹാജരാക്കി ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി കിട്ടിയത് വെടിവെച്ച് കൊല്ലാനും, ഒരു ഡെറ്റിനെ വെടിവെച്ച് കൊല്ലാനും അധികാരമുണ്ട് എന്നുള്ള നിലയിലാണ്. അത്തരം ഒരു സാഹചര്യത്തെ ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ജയിലിലേക്ക് പോയത്. ആ ജയിലിൽ കിടക്കുന്ന അവസരത്തിൽ എൻ്റെ അമ്മ രോഗബാധിതയായി മരിക്കുന്നു. അവിടെ അമ്മയെ നോക്കുന്നതിനോ അമ്മയുടെ അതൊക്കെ ഒരു അനുഭവമാണ്. അതായത് അനുഭവങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നത്, അനുഭവങ്ങളിൽ കൂടെയാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. തീച്ചുളയിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത് രാഷ്ട്രീയ രംഗത്ത്. എനിക്ക് 44 വയസ്സ് പ്രായമുള്ള അവസരത്തിലുള്ള അനുഭവമാണിത്. പക്ഷേ രാഷ്ട്രീയ രംഗത്ത് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതലുണ്ട്. 13-ാമത്തെ വയസ്സിൽ തന്നെ പൊതുരംഗത്ത് വിദ്യാർത്ഥി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വന്ന് സംസ്ഥാനത്തിലെ വിദ്യാർത്ഥി നേതാവായി, അന്നത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായിരുന്ന ISOയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഈ സംസ്ഥാനം ഒട്ടാകെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് അതിലൂടെയാണ് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിലേക്ക് ഞാൻ വരുന്നത്. ഞാനിപ്പോഴും ആ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൽ തന്നെ നിലകൊള്ളുന്നു. സാറ് സോഷ്യലിസ്റ്റ് ആശയത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ ജയപ്രകാശ് നാരായണനെ പോലെ ഉള്ള വളരെ പ്രഗത്ഭരായ സോഷ്യലിസ്റ്റുകൾ ഇവിടെ ജീവിച്ചിരുന്നത്. അത് ജോർജ് ഫെർണാണ്ടസ് വരെയുള്ള. പിന്നീട് നമ്മൾ കാണുന്നത് ജോർജ് ഫെർണാണ്ടസ് പോലും സോഷ്യലിസ്റ്റ് ആശയത്തൊക്കെ മാറി അധികാര രാഷ്ട്രീയത്തിലേക്ക് മാറുകയും അദ്ദേഹം പിന്നീട് NDAയുടെ കൺവീനറാണ്. അപ്പൊ BJPക്ക് ഏറ്റവും കൂടുതൽ തണൽ ഏകിയ ഒരു നേതാവായിട്ടാണ് പിന്നീട് മാറുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചേഞ്ചസ് ഉണ്ടായത്? അത് വന്നത് ഞാൻ ജോർജിനോട് തന്നെ നേരിട്ട് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. ജോർജ് ഫെർണാണ്ടസ് ഞാനും വളരെ അടുത്ത പ്രവർത്തകരും ഒരു രംഗത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരും. അപ്പോൾ അതിലെ ട്രേഡ് യൂണിയൻ, റെയിൽവേ തൊഴിലാളി സമരത്തിൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ടുള്ള പോരാട്ടം, HMSൻ്റെ ദേശീയ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ, ആ നിലയിൽ ഞങ്ങൾ വളരെ 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 അടുത്ത് ഉള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നതാണ്. പക്ഷേ ജോർജ് എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അധികാരം എന്നത് ഇപ്പം നിതീഷ് കാണിക്കുന്നത് പോലെ തന്നെ തനിക്ക് വേണം എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം ഒരവസരത്തിൽ ഒരു പ്രസ്ഥാനം പിളർക്കാൻ
HMS തന്നെ പിളർന്ന HMKP ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു തുറന്ന കത്തെഴുതി. അതിപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. പാർട്ടികളെ പിളർക്കുന്നത് നമ്മുടെ അധികാര സ്ഥാനങ്ങളുമല്ല പ്രശ്നം, തൊഴിലാളി വർഗ ഐക്യമാണ് ആവശ്യം, അതുകൊണ്ട് താങ്കൾ അത് ചെയ്യരുതെന്ന് പറഞ്ഞു. അത് മാത്രമാണ് ഞങ്ങൾ തമ്മിൽ ഒരു ഘട്ടത്തിലുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം. പക്ഷേ അദ്ദേഹം അത് ചെയ്തു, പിളർന്നു, HMKP എന്ന സംഘടന ഉണ്ടാക്കി. ഞാൻ HMS തന്നെ തുടർന്നു. HMS രാജ്യത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായി വളരുകയും ചെയ്തു. ഇപ്പോഴും റെയിൽവേ, പോർട്ട് തുടങ്ങിയ മേഖലകളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഏറ്റവും സംഘടിതമായ സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമായി നിലകൊള്ളുന്നു. JP ആണ് അത് സ്ഥാപിച്ചത്. അതിൻ്റെ ദേശീയ പ്രസിഡന്റായി 10 വർഷക്കാലം പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം ലഭിക്കുകയും ചെയ്തു. ജോർജ് അത്തരം ഒരു ഘട്ടത്തിൽ എന്നോട് പറഞ്ഞു, നേരിട്ടുള്ളൊരു ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് പറയുകയാണത്, അത് ഉൾപാർട്ടി പോരാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ജോർജ്, നിങ്ങൾ ഈ NDA സഹായിക്കാൻ എടുത്ത തീരുമാനത്തിന് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുകയില്ല, അതിന് ഞാൻ കൂട്ടല്ല, അത് ഒരിക്കലും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ഇത് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ NDA സഹായിക്കുന്നതിന് വേണ്ടി NDAയേക്കാൾ കൂടുതൽ, അതായത് BJPയേക്കാൾ കൂടുതൽ താല്പര്യമെടുത്ത് BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് തയ്യാറാകുന്നുവെന്ന് നേരിട്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം പുറത്തു വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ഈ ഡൽഹിയിൽ തേരാപാര നടന്നപ്പോൾ ഒരു 5 വർഷക്കാലം അദ്ദേഹത്തെ ആരും മൈൻഡ് ചെയ്തിരുന്നില്ല. തമ്പാനും മൈൻഡ് ചെയ്തിരുന്നില്ലല്ലോ. ചന്ദ്രശേഖറും അതുപോലെ ഹെഗ്ഡെയും ഒക്കെയുള്ള ആ ഒരു നേതൃനിരയിൽ അദ്ദേഹത്തിന് തോന്നിയ ഒരൊറ്റപ്പെടൽ അദ്ദേഹത്തെ വാജ്പേയിയോട് അടുപ്പിക്കുന്നതിനും വാജ്പേയി കൊടുത്ത അംഗീകാരം വാങ്ങിക്കൊണ്ട് NDAയുടെ ഒരു വാക്താവ് അദ്ദേഹം മാറുന്നതിന് ഇവിടെയാക്കി തീർത്തു. ഞങ്ങൾ തങ്ങളിൽ ഉണ്ടായിട്ടുള്ള വ്യക്തിപരമായ യാതൊരു അകൽച്ചയുമില്ല, രാഷ്ട്രീയമായ വ്യക്തമായ അകൽച്ച ഇക്കാര്യത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഉണ്ടാവുകയും ചെയ്തു എന്നോട് പറഞ്ഞ അപ്പോൾ എനിക്ക് മനസ്സിലായി, അദ്ദേഹത്തിന് മുമ്പിലുള്ള ലക്ഷ്യം തനിക്ക് വ്യവസായ മന്ത്രിയാകുക, തനിക്ക് അല്ലെന്നൊരു റെയിൽവേ മന്ത്രിയാകുക, അല്ലെങ്കിൽ താനാണ് NDAയുടെ കൺവീനർ എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള നിലയിലുള്ള ഒരു സ്ഥിതിവിശേഷം നിലനിർത്തണമെന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ വർഗീയവാദികൾ ഇത്തരത്തിൽ ഇന്ന് നാം കാണുന്നതായ അനുഭവത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു പരിസ്ഥിതി ഉണ്ടല്ലോ. ജനാധിപത്യമില്ല, ഒരു സ്വേച്ഛാധിപത്യത്തിലേക്ക് നമ്മൾ പോകുന്നു, നമ്മളൊരു കോർപ്പറേറ്റിസത്തിലേക്ക് പോകുന്നു, നമ്മൾ രാജ്യം ദരിദ്രന്മാരുടെ രാജ്യമായി തീരുന്നു. അവസരത്തിൽ സമ്പന്നന്മാരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി മാറുന്നു മറുഭാഗത്ത്. ഇതാണല്ലോ സ്വേച്ഛാധിപത്യത്തിൻ്റെയും ശക്തി. അധികാരികൾ സ്വേച്ഛാധിപതികളായി തീരുന്നു. ഗവൺമെന്റിന്റെ വാക്താക്കൾ പറയുന്ന ഓരോ വാചകങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയല്ലേ. അതിനകത്ത് ജനാധിപത്യത്തിന്റെയോ അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെയോ ഒരംശമെങ്കിലും ഉണ്ടോ? എന്താ മറുപടി പറയുന്നത്? എന്താണ് ഇപ്പം നിങ്ങൾ പത്രപ്രവർത്തകരെ, നിങ്ങൾക്ക് സ്വതന്ത്രമായി ഒരു അഭിപ്രായം പറയാൻ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടോ? നിങ്ങൾ കണ്ടില്ലേ, പ്രധാനമന്ത്രി വിമർശിച്ചാൽ നിങ്ങൾ അകത്താണ്. ഒരു പോസ്റ്റ് ഇട്ടാൽ നിങ്ങൾ അകത്താണ്. എന്താ ഇത്? അത്തരത്തിലൊരു ജനാധിപത്യ സമ്പ്രദായം ഈ രാജ്യത്ത് ഉണ്ടാകുമെന്ന് ആള് അറിയാൻ വയ്യാഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന മറുപടി അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എൻ്റെ അധികാരം, എനിക്ക് വേണ്ട അധികാരം എനിക്ക് വേണം, അത് നൽകിയത് ഇവരാണ്, അതുകൊണ്ട് ഞാൻ അവരെ പിന്താങ്ങും. ഇന്ന് നിതീഷ് കുമാർ ചെയ്തിട്ടുള്ളത് മാത്രമാണ്. നമ്മൾ നിതീഷ് കുമാറിനെയും ജോർജ് ഫെർണാണ്ടസിനെയും തമ്മിൽ തട്ടിച്ച് നോക്കുമ്പോൾ അധികാരം എന്നുള്ളത് തങ്ങൾക്ക് വേണമെന്ന് അത്യധികം ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ തങ്ങളുടെ ആശയങ്ങളോ ആദർശങ്ങളോ തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളോ മറന്നുകൊണ്ട് താൻ നിന്നിരുന്ന പാതകളെ വിസ്മരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് എന്നവർ തെളിയിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് എന്ത് പറ്റിയിരിക്കുന്നു? സോഷ്യലിസ്റ്റുകളുടെ വിശ്വാസ്യത തന്നെ അവിടെയാണ് ഏറ്റവും വലിയ. അപ്പം നമുക്കറിയാം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് നമ്മൾ കണ്ടിരുന്നത് നെഹ്റുവിനെയായിരുന്നു. നെഹ്റുവിൻ്റെ സോഷ്യലിസം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നത്.
കോൺഗ്രസിന് ബദൽ എന്നല്ല, ഒരു കാലത്ത് കോൺഗ്രസിന് ലയിക്കാൻ വേണ്ടി പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഹ്റു. പക്ഷെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ല, നിങ്ങളുടെ കപട സോഷ്യലിസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയും വേറൊരു പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ എന്തുകൊണ്ടാണ് സോഷ്യലിസ്റ്റുകൾക്ക് ഒരുമിച്ച് നിന്ന് പോരാടാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർഗീയ ശക്തികൾക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടും? ഇപ്പൊ നമുക്കറിയാം, നിതീഷ് മാത്രമല്ല, നേരത്തെ ദേവഗൌഡ പോയിട്ടുണ്ട്, കാണുന്നത് ഇപ്പോഴും പോകുകയല്ലേ. അവരുടെ കൂടെയാണ്. ഇപ്പൊ കുമാരസ്വാമി പറയുന്നത് ഈ കർണാടകത്തിൽ മാത്രമാണെന്ന്. കർണാടകത്തിൽ മാത്രമായിട്ട് അവർക്ക് ഒരു ഈ കസേരയോടുള്ള ആഗ്രഹമാണ്. അതെ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു എല്ലാ കാലത്തും നമ്മൾ കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെയോ തരത്തിൽ ഈ വർഗീയ ശക്തികൾക്ക്, പ്രത്യേകിച്ചിട്ട് BJPക്ക് വളരാനുള്ള വെള്ളവും വളവും കൊടുത്തത് സോഷ്യലിസ്റ്റുകളാണെന്ന് നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ അതിനെതിരെയുള്ള പോരാട്ടവും നടത്തിയത് അവർ തന്നെയാണ്. ആശയപരമായ പോരാട്ടം. നമ്മളിപ്പോൾ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ സോഷ്യലിസ്റ്റ് ഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ ഗാന്ധി മാർക്സ് സോഷ്യലിസം എന്ന ഡോക്ടർ രാം മനോഹർ ലോഹിയുടെ പുസ്തകം, അത് നമ്മൾ എടുത്തു കഴിഞ്ഞിരുന്നാൽ അതിനകത്ത് കാസ്റ്റ് ബേസ് സിസ്റ്റത്തെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകം, കാസ്റ്റ് എന്നുള്ള ഇതിനെ സംബന്ധിച്ച് നടത്തുന്ന വിലയിരുത്തലുകൾ, അത്തരം സമ്പ്രദായങ്ങൾ മണ്ഡൽ കമ്മീഷൻ പോലുള്ള റിപ്പോർട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവിടെയൊക്കെ യഥാർത്ഥ മതേതരത്വത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്നതും വാദിക്കുന്നതും സോഷ്യലിസ്റ്റുകൾ തന്നെയാണ്. ഇപ്പോഴും അവർ തന്നെയാണ് അവർ. പക്ഷെ ഇതിൽ അധികാര സ്ഥാനത്തേക്ക് എത്തുന്ന ആളുകൾ ഈ അധികാരത്തിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ വളരെ വളരെ ലക്ഷ്യത്തോടുകൂടി കാലയെ കൂട്ടി ഉണ്ടാകുകയും വളരുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് അവരെ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നാം ഇന്ന് കാണുന്നത്. അതുകൊണ്ട് സോഷ്യലിസ്റ്റുകളെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ജോർജ് ഫെർണാണ്ടസിനെ ഉപയോഗിച്ചു. ജോർജ് ഫെർണാണ്ടസ് അവസാനം 10 വർഷക്കാലം ഒറ്റക്കിടപ്പ്, ഒരു മനുഷ്യല്ലാതെ 10 വർഷക്കാലം കടന്നുപോയി. ആകപ്പാടെ ഓർമ്മകളിൽ അവശേഷിക്കുന്നത് റെയിൽവേ തൊഴിലാളികളുടെ മുൻപിൽ അവർക്ക് വേണ്ടി സമരം നടത്തിയ ഒരു നേതാവ്, അടിയന്തരാവസ്ഥയ്ക്കെതിരായി പ്രതികരിച്ചൊരു നേതാവ്, കൈകളിലും കാലുകളിലും ചങ്ങലയിട്ട് കൊണ്ടുപോകുന്ന ഒരു നേതാവ്, ധീരനായ ഒരു പോരാളി. പക്ഷേ NDA വളർത്തുന്നതിന്, BJPയെ വളർത്തുന്നതിന്, മോദിയെ ഇന്നത്തെ നിലയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഇത് ചെയ്ത സാഹചര്യങ്ങൾ ഉളവാക്കി കൊടുത്ത ആളാണ് അദ്ദേഹം എന്നുള്ള യാതൊരു സംശയമില്ല. നിതീഷ് കുമാറും ഇപ്പോൾ ചെയ്യുന്നത് അതിൽ നിന്നും യാതൊരു വ്യത്യാസമില്ലാത്ത പ്രവർത്തനം. അതിലിപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ലാലു പ്രസാദ് മാത്രമാണ് ഇപ്പോഴും ഏതാണ്ട് BJPക്കെതിരായ നിലപാട് ഒരു പരിധി വരെ. മുലായം സിംഗ് ഇത് ജാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ വളർത്തിയെടുത്തത് എങ്കിലും, അതായത് യാദവ് പാർട്ടി എന്നുള്ള നിലയിലാണ് അദ്ദേഹം സമാജ്വാദി പാർട്ടിയെ കൊണ്ടുവന്നത് എങ്കിലും BJPയുമായിട്ടുള്ള ഐക്യം ഔപചാരികമായിട്ട് ഉണ്ടാക്കുന്നതിൽ എന്നും ഇപ്പോഴും എതിർത്ത് നിൽക്കുന്നുണ്ട്. ഒരവസരത്തിലും അതിനുള്ള അവസരം ബീഹാറിലെ ലാലു പ്രസാദ് യാദവ് വളരെ വ്യക്തമായിട്ടും അത്തരം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ വ്യക്തമായ കാഴ്ചപ്പാട് പഴയ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു 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 ന്യൂക്ലിയസ് ഇപ്പോൾ ഇവിടെ നിലവിലുണ്ട്. അതായത് 1934 കോൺഗ്രസിനുള്ളിലുണ്ടായ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിരുന്നു ആചാര്യ നരേന്ദ്രദേവും, അച്യുത് പട്വർധനും, അശോക് മേത്തയും, ഡോക്ടർ രാം മനോഹർ ലോഹിയും, ജയപ്രകാശ് നാരായണനും, യൂസഫ് മൊഹറാലിയും എല്ലാം. ഇവരാണ് ഇന്ത്യൻ ദേശീയ സമരത്തിലെ, ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നേതാക്കന്മാർ. ഇന്നതിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാളാണ് ഡോക്ടർ GG പരേഖ്. അദ്ദേഹം ഇന്ന് ജീവിച്ചൊരുപാട് 100 വയസ്സാകുന്നു, 100 വർഷമാകുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ഒരു സോഷ്യലിസ്റ്റ് ജീവിച്ചിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പഠിക്കൂ, അദ്ദേഹത്തെ ഒന്ന് നോക്കൂ. അദ്ദേഹം ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പരീക്ഷണങ്ങൾക്കും, അതായത് താൻ കാണുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമായ ഏതെങ്കിലും, അതായത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ മറിച്ച് ഒരു അധികാരത്തിൻ്റെ ശക്തി കേന്ദ്രം എന്നുള്ള നിലയിൽ മറ്റ് ഇത്തരം ശക്തികൾക്ക്, പ്രതിലോമ ശക്തികൾക്ക് വളർന്നു വരുവാൻ സാഹചര്യം കൊടുക്കത്തക്ക രീതിയിലുള്ള കാര്യം അവരുടെ ഭാഗത്തു നിന്നുണ്ടല്ല. അവർ നിസ്സാരമായിരിക്കാം, നമുക്ക് തോന്നും അവർക്ക് വലിയ സ്വാധീനം, വലിയ ഒരു വിപുലമായ പാർലമെൻറ്റിലേക്ക് അംഗങ്ങളെ നിശ്ചയിക്കുവാനും തിരഞ്ഞെടുത്ത് അയക്കുവാനുള്ള കഴിവില്ലെങ്കിലും നമ്മളിന്ന് ബഹുമാനിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ജോർജ് ഫെർണാണ്ടസും നിതീഷ് കുമാറും ഉണ്ടെങ്കിൽ കൂടി, അവരെപ്പോലുള്ളവർ ഉണ്ടെങ്കിൽ കൂടി ഇപ്പോഴും സോഷ്യലിസ്റ്റ് ആദർശത്തിൽ വിശ്വസിക്കുകയും ആശയപരമായി
ആ ജനാധിപത്യ സോഷ്യലിസം എന്നുള്ളതും ഇന്ന് അതിനെ ഒരു ഗാന്ധിയൻ സോഷ്യലിസവുമായി മിക്സ് ചെയ്തുകൊണ്ട് ഒരു മാനവ സോഷ്യലിസവും ഈ 1934 കോൺഗ്രസിനുള്ളിലുണ്ടായ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പിന്തുടർച്ച എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നുണ്ട്. ഈ കോൺഗ്രസിനെ ശരിക്കും അന്ധമായി എതിർത്തിരുന്നു എന്നുള്ളതാണ് സോഷ്യലിസ്റ്റ് എല്ലാ കാലത്തും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു 10-50 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് എന്താ തോന്നുന്നത്? അത്രയും അന്ധമായി എതിർക്കേണ്ടി കോൺഗ്രസിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. ഞാനിപ്പോൾ ഉദാഹരണത്തിന് പറയാം, ഈ കോർപ്പറേറ്റിസം കൊണ്ടുവന്നതിന് ശേഷം അത് വളരുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ആര്? ഇന്ദിരാഗാന്ധിയെ പോലൊരു വ്യക്തിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനും ലോകം മുഴുവനും അങ്ങ് എന്താണ് മോശമായി ചിത്രീകരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതിനും കഴിഞ്ഞില്ലേ? ഈ സാഹചര്യത്തിന് വളം വെച്ചു കൊടുത്ത രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് അവിടെ തിരുത്തപ്പെടണം. കോൺഗ്രസിനകത്ത് ഒരുപാട് തിരുത്തലുകൾ ഉണ്ടാകണം. ഇപ്പം നരസിംഹറാവുവിനെ പോലൊരാൾ നവോദാരവത്കരണ നയങ്ങൾ കൊണ്ടുവന്നു. അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ആളുകൾ അഡാനിയും അംബാനിയും ഉണ്ടായി. മൻമോഹൻ സിംഗിന് അതിനകത്ത് വലിയ റോളുണ്ട്. അത് ഇപ്പോൾ BJP ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ കോർപ്പറേറ്റിസത്തിലേക്കും മുതലാളിത്തത്തിലേക്കും രാജ്യത്തെ നയിച്ചു കൊണ്ടുപോകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയതിൽ കോൺഗ്രസ് ഒരു വലിയ പങ്ക് വഹിച്ചിരിക്കുന്നു. കോൺഗ്രസ് തിരിച്ച് അതിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ 1934 കോൺഗ്രസിനുള്ളിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊടുത്തിരുന്ന കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിൻ്റെ ഉള്ളിൽ കോൺഗ്രസിനകത്തുണ്ടായ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇന്നും നമ്മുടെ ഭരണഘടനയിലെ അടിസ്ഥാനപരമായി പറയുന്ന തുല്യതാബോധം, അതാണല്ലോ നമ്മുടെ ഭരണഘടനയുടെയും കോൺഗ്രസിൻ്റെയും സ്വാതന്ത്ര്യ സമര സേനാനികളും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പ്രദാനം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്താണ്? നമ്മുടെ ഭരണഘടനയാണ്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വം എന്താണ്? തുല്യതാബോധമാണ്. ആ തുല്യതാബോധത്തിൽ ഗാന്ധിജിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്നവൻ എന്നോടൊപ്പം ആകുമ്പോൾ മാത്രമേ ഇവിടെ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാകൂ എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ തന്നെ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ ഈ തുല്യതാബോധത്തിന് വേണ്ടി നിലകൊള്ളുന്നു. തുല്യതാബോധവും മതേതരത്വവും ജനാധിപത്യവും നമ്മുടെ അടിസ്ഥാന ദർശനങ്ങളാണ്. ഈ അടിസ്ഥാന ദർശനങ്ങളെ അപ്പാടെ അട്ടിമറിക്കുന്ന ഒരു സമ്പ്രദായത്തിന് ഇവിടെ വളർന്നു വരാൻ സാഹചര്യമുണ്ടാക്കുകയും അത് വളർന്നു വരികയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഭീതിജന്യമായ പല സ്ഥിതിവിശേഷങ്ങളെയും അഭിമുഖീകരിക്കുന്നത്. സാറ് പറയുന്നത് വിതച്ചത് കോൺഗ്രസ് ആണ്, BJP കൊയ്യുന്നു എന്നാണല്ലോ സത്യം. അതെ, ഒരു വശത്ത് വിതച്ചത് കോൺഗ്രസ് ആണ്, കൊയ്യുന്നത് അതായത് ഇപ്പൊ എന്താണ് വികസനം CPM അത് തന്നെയല്ലേ ചെയ്യുന്നത്? അല്ല, CPM വലിയ മാറ്റമൊന്നുമില്ല. ഒരു മാറ്റമില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. വികസനം എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെയാണോ വികസനം? അഡാനിയും അംബാനിയും ഉണ്ടാക്കുന്നതാണോ വികസനം? വികസനം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാകട്ടെ. ഈ കോർപ്പറേറ്റ് അജണ്ട കൃത്യമായി പാക്ക് നടത്തുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഭരണഘടനയിൽ പറഞ്ഞിട്ട് തുല്യതാബോധം എല്ലാവർക്കും, വി ആർ ഓൾ എൻടൈറ്റിൽഡ് ഫോർ അവർ ഷെയർ ഇൻ ദ നാഷണൽ കേക്ക്. അതല്ലേ സോഷ്യലിസം? അപ്പോൾ അത് ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. ഇന്ന് നമ്മൾ TV 85,000 ആളുകൾക്ക് ഞാൻ സൗജന്യമായി വീട് വെച്ചു കൊടുത്തു, ഭക്ഷണം കൊടുക്കുന്നു. 85 കോടി ആളുകൾ. ആകെ നമ്മൾ 135 ഉള്ളൂ. അപ്പൊ 85 കോടി ഈ രാജ്യത്ത് ദരിദ്രരാണ്. അത് അദ്ദേഹത്തിന് സമ്മതിക്കല്ലേ? അതേസമയം പറഞ്ഞു ഇന്ത്യ ഷൈനിങ്, അതേസമയത്ത് ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്നു. ഭയങ്കര വിരോധം. അതുപോലെ തന്നെ വേറൊരു വിരോധാഭാസം, ഇവന്റെ അഡ്വർടൈസ്മെന്റ് ശ്രദ്ധിക്കാറുണ്ടോ TV വരുന്നത്? അഡാനിയുടെയും അംബാനിയുടെയും. നിങ്ങൾ പറഞ്ഞു ഇവിടെ ഒന്നും നടക്കില്ല എന്ന്. നിങ്ങൾ പറഞ്ഞു ഇവിടെ പാലങ്ങൾ, നിങ്ങൾ പറഞ്ഞു ഇവിടെ ഉണ്ടാവില്ല എന്ന്. എല്ലാം ഞാൻ കൊണ്ടുവന്നു. അപ്പൊ ആരാ കൊണ്ടുവന്നത്? അപ്പൊ എന്താണ് ഇത്? അദാനിയാണ് കൊണ്ടുവന്നത്? ഈ ഗവൺമെന്റ് ചോദിക്കണ്ടേ? വളരെ വ്യക്തമല്ലേ? ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവനും ഏതാനും 100-ൽ താഴെ ആളുകളുടെ കൈകളിൽ ഒതുങ്ങത്തക്കവണ്ണം ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ ചലിച്ചുകൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതിൽ മുൻകാലങ്ങളിൽ കോൺഗ്രസും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കോൺഗ്രസ് എന്ത് ചെയ്യണം? കോൺഗ്രസ് തിരിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും കാണിച്ചു കൊടുത്ത മാനവിക സോഷ്യലിസം, അതായത് തുല്യതാബോധത്തിൽ അധിഷ്ഠിതമായ സോഷ്യലിസം, കോർപ്പറേറ്റിസം എന്നതിന് വേണ്ടിയല്ല, വികസനം എന്ന് പറഞ്ഞ് ആ വികസനം ഏതാനും ആളുകളിൽ കേന്ദ്രീകരിക്കുന്ന വികസനം നടത്തിക്കൊണ്ട് വരുത്തുന്ന സാഹചര്യങ്ങൾക്ക് പകരം
ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ജനങ്ങളുടെ ഗവൺമെൻറ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രവർത്തന രീതി അവലംബിക്കേണ്ടതായിരുന്നു. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിന് വ്യത്യസ്തമല്ല കേട്ടോ. അല്ല അതാ പറയുന്നത്, അത് വലിയ അപകടമാണ്. അത് ഭയങ്കര അപകടം. അത് ഇതിനേക്കാൾ വഷളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നുണ്ട്, നാണവുമില്ല. ഏത് മാർഗം ഏതായിരുന്നാലും ലക്ഷ്യം എന്താണ്? കാശുണ്ടാക്കുക, അധികാരം നിലനിർത്തുക, കാശുണ്ടാക്കുക. ഇപ്പൊ നമ്മൾ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കുക. CPM-ന്റെ ഇപ്പോഴത്തെ പ്രവർത്തകരുടെ ജീവിത രീതി, അവരുടെ സമീപന രീതികളൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ അന്തിക്കുകയാണ്. ഇവരാരായിരുന്നു? ഇവരെത്രയോ ജനങ്ങളുമായിട്ട് ഇടപഴകി മുന്നോട്ട് പോയി അവരുടെ കൂടെ പ്രവർത്തിച്ചത്. ഇപ്പോൾ എല്ലാം ഇവിടുത്തെ വലിയ പണ്ട് കാലത്ത് നമ്മൾ ഇവിടുത്തെ ജന്മികളെന്നും ബൂർഷാസികളെന്നും ഒക്കെ പറഞ്ഞിരുന്ന ആളുകൾ വേഷം മാറി ഒന്നല്ലേ ഉള്ളൂ. അതെ, അവര് എന്താ നേരത്തെ പറഞ്ഞിരുന്ന ആളുകളിൽ നിന്ന് വിഭിന്നമായി ഒന്നും മാറ്റം ഉണ്ടായില്ല എന്ന് മാത്രമല്ല പറിച്ചുനടലുകളാണ് ഉണ്ടായത്. ഇപ്പം ലോക്കൽ സെക്രട്ടറിമാരും അല്ലെ ഏരിയ സെക്രട്ടറിമാരും എന്നൊക്കെ പറയുന്ന അവര് നാടുവാഴികളായി മാറിയില്ല, അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ പിന്നെ പ്രതിനിധികളായി മാറുന്നത് അവരെടുക്കുന്ന തീരുമാനം. എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ, എനിക്കൊരു അനുഭവമുണ്ട്. ചൈനയിൽ അവസാനം ഞാൻ പല പ്രാവശ്യം 1978 മുതൽ പോയിട്ടുണ്ട്. 78 മാവോയുടെ ഇത് കഴിഞ്ഞ് ആദ്യത്തെ ബാച്ചിൽ ആദ്യത്തെ ചൈന കാണാൻ വേണ്ടി ക്ഷണിച്ച 4 പട്ടണങ്ങൾ തുടർന്ന് വന്നപ്പോൾ പോകാൻ ട്രേഡ് യൂണിയൻ നേതാവ് എന്നുള്ളതിൽ എനിക്ക് അവസരം കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3 വട്ടം പോയി. ഏറ്റവും ഇത് ILOയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ അവിടെ സാമൂഹ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ പോയപ്പോൾ എനിക്ക് ചില അനുഭവങ്ങളുണ്ടായി. അതൊരു കോർപ്പറേറ്റ്, ചുവന്ന കോർപ്പറേറ്റിസമാണ് അവിടെ. എല്ലാ ലോകത്തെ എല്ലാ വലിയ കമ്പനികളും എല്ലാ വലിയ മുതലാളിമാരും അവിടെ അവരെ മുഴുവൻ ക്ഷണിച്ചു വരുത്തുകയാണ്, അവർക്ക് തുറന്നു കൊടുക്കുകയാണ്. എൻ്റെ കൂടെ നിങ്ങൾ അറിയുന്ന ആളായിരിക്കും ഒരു പക്ഷേ, ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ് ഈ ഫിക്കിയുടെ മറ്റേ ഇന്ത്യയിലെ എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഞാൻ തൊഴിലാളി പ്രതിനിധി എന്നുള്ള നിലയിൽ ഞങ്ങൾ ചൈനയിൽ ഇവിടെ ബീജിങ്ങിലായിരുന്നു. അവിടെ ചൈന വേൾഡ് ചൈന ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട്. ഇത് ഇവരുടെയാണ്, നമ്മുടെ ഡൽഹിയിലൊക്കെ വലിയ ഹോട്ടൽ ശൃംഖലയുണ്ടല്ലോ, ശൃംഖല, അവരുടെയാണ്. അവിടെ താമസിക്കുന്നു. അപ്പം ഈ ബാലകൃഷ്ണൻ്റെ ഫ്രണ്ടാണ് കോയമ്പത്തൂർ ഉള്ള ആ വലിയ കമ്പനികളില്ലേ, ആ ടെക്സ്റ്റൈൽ മില്ലുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ എഞ്ചിനീയറിംഗ് സ്ഥാപനം, അതിൻ്റെ ഉടമസ്ഥനാണ്. അങ്ങനെയാണ് ഇവിടുത്തെ മുതലാളിമാരുടെ പ്രതിനിധി. അപ്പോൾ ഒരു വൈകുന്നേരം വന്നിട്ട് എൻ്റെ അടുത്ത് തോമസ് വരുന്നു, എൻ്റെ മുറിയിലേക്ക് പോവാ, നമുക്കൊന്ന് അവിടെ ഇരുന്ന് വർത്തമാനം പറയാം, ഒരാൾ വരുന്നുണ്ട്, പരിചയപ്പെടുത്തി തരാം. ഞാൻ വരാം. 2 പേരും ഒരേ ഫ്ലോറിൽ 2 വശത്താണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ മുറി ചെന്നപ്പോൾ ഒരാളവിടെ ഇരിപ്പുണ്ട്. അയാൾ എന്നെ പരിചയപ്പെടുത്തി, ഇത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ, എൻ്റെ ഇവിടെയുള്ള ഒരു ഏരിയ സെക്രട്ടറിയാണ്. എനിക്കൊരു 3 ഫാക്ടറികളുണ്ട്, ഇദ്ദേഹമാണ് നടത്തുന്നത്. ഞാൻ ഇദ്ദേഹം എന്ത് പറയുന്നോ അത് ചെയ്തോണം, എനിക്കിതുള്ളൂ, എനിക്ക് കിട്ടേണ്ട കാശൊക്കെ കൃത്യമായിട്ട് നാട്ടിൽ കിട്ടും, ഒന്ന് പരിചയപ്പെടുത്താൻ വിളിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ മുതലാളിമാർ ബാലകൃഷ്ണൻ, കോയമ്പത്തൂരിലെ ബാലകൃഷ്ണൻ ഉൾപ്പെടെ അവിടെ വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുന്നെങ്കിൽ അത് നടത്തുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എളുപ്പമാണല്ലോ, അപ്പോൾ വളരെ എളുപ്പമാണല്ലോ. ഇതാണ് അവിടുത്തെ കമ്മ്യൂണിസം. അവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് അവിടെ ചെന്ന് അത്തരത്തിൽ പ്രവർത്തിക്കാനുള്ള പട്ടണത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഞാൻ 78 പോകുമ്പോൾ ഈ സൈക്കിളിലാണ് ആളുകൾ പോകുന്നത്. കാറില്ല. കാറെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാറല്ലാതെ കൊണ്ട് വേറെ ഒരു കാറും ആ നാട്ടിലില്ല. നീല ഷർട്ട് ആണ് എല്ലാവരും ഇട്ടിരിക്കുന്നത്. അത് സർക്കാർ കൊടുക്കുന്ന ഷർട്ടുകളാണ്. സിംഗിൾ റൂം ഫ്ലാറ്റുകളാണ് ആളുകൾ, തൊഴിലാളികൾ താമസിക്കുന്നത്. ഞങ്ങളിവിടെ എല്ലാം സന്ദർശിച്ചു ആ 79, 80 കാലഘട്ടങ്ങളിലെ യാത്രയിൽ. അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വിട്ടത്. അവർ ചൈനയെ തുറക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങളെ 4 പേരെ വിളിച്ചതാണ് ഇന്ത്യയിൽ നിന്ന്. 4 പേര് CITUവിൻ്റെ നേതാക്കന്മാർ പോകുന്നതിന് മുമ്പേ ഞങ്ങൾ 4 പേരാണ് പോയത്. അന്ന് ഉണ്ടായിരുന്ന ചൈന ഇന്നുള്ള ചൈനയും തമ്മിൽ ഞാൻ ഇങ്ങനെ പരിശോധിച്ച് നോക്കി. ഇന്ന് ഏറ്റവും പുതിയ കാറ് തെരുവിലൂടെ ഓടിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയാണ്, പാർട്ടിയുടെ ഭാരവാഹികളാണ്. നിങ്ങൾ എയർപോർട്ടിൽ ചെന്നാലും എവിടെ ചെന്നാലും പാർട്ടി 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 അവരെല്ലാം ആണ് ഇതിൻ്റെ ഏജന്റന്മാർ. അപ്പോൾ ബാലകൃഷ്ണൻ പരിചയപ്പെടുത്തപ്പെടുന്ന ആൾ ബാലകൃഷ്ണൻ്റെ ഫാക്ടറികളുടെ മാനേജ്മെൻറ്റ് ഏൽപ്പിച്ചിരിക്കുന്ന ഏരിയ സെക്രട്ടറിയാണ്. ഏരിയ സെക്രട്ടറി പറയും അതുപോലെ ചെയ്തോണം, അതിനുള്ള കാശ് അദ്ദേഹത്തിന് കൊടുക്കണം, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും കൊടുക്കണം. ഇത് അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് ഇപ്പോഴും. ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവിടുത്തെ കമ്മ്യൂണിസം ഇങ്ങനായി, ഏറ്റവും വലിയ കോർപ്പറേറ്റിസമായി, അത് പാർട്ടി കീഴടക്കി. ഏതാണ്ട് അതുപോലുള്ള നയങ്ങളാണ് ഇവിടെ. അത് ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ എന്താണ് മാറ്റം? അന്ന് കണ്ട ചൈനയുടെ ചെറിയൊരു രൂപമല്ലേ കേരളത്തിൽ? വലിയ സംശയമുണ്ട്, അതിൽ നടക്കും. കേരളത്തിലെ എല്ലാ കോർപ്പറേറ്റുകളും എന്തുകൊണ്ടാണ് എല്ലാ ആളുകളായിട്ട് ഭയങ്കരമായ സൗഹൃദം, ഏറ്റവും വലിയ സൗഹൃദം. അപ്പൊ യഥാർത്ഥത്തിൽ തൊഴിലാളി പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം പാർട്ടികൾ ശരിക്കും വഞ്ചനയല്ലേ, വലിയ സമൂഹത്തെ വഞ്ചിക്കല്ലേ? ശരിക്കും അതുകൊണ്ടല്ലേ ഇപ്പോൾ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിനും അല്ല എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ?
നമ്മൾ ആലോചിച്ച് നോക്കുക. ഞാനിവിടെ നിന്ന് കുറേ കാലമായി വിളിച്ചു പറയുന്ന ഒരു മുദ്രാവാക്യം, നിങ്ങൾ ഈ പാർട്ടിയുടെ നിയന്ത്രണങ്ങൾ വിട്ടിട്ട് ഈ ട്രേഡ് യൂണിയനുകളൊന്നും ഒന്നാവും. കാരണം ജപ്പാനിലെ ട്രേഡ് യൂണിയനുണ്ട്, ഞാൻ ജപ്പാനിലെ ട്രേഡ് യൂണിയൻ കോൺഫറൻസിൽ പോകാറുണ്ട് ഈ എല്ലാ കൊല്ലവും. അവർ വിളിക്കുമ്പോഴെല്ലാം പോവും. ജപ്പാനിലെ ട്രേഡ് യൂണിയൻ കോൺഫറൻസ് എന്ന് കഴിഞ്ഞിരുന്നാൽ ജപ്പാനിലെ കാണുന്നത്, ഞാൻ ഈ കഴിഞ്ഞ തവണത്തെ കോൺഫറൻസിൽ പോകുന്ന ദിവസത്തിൽ കണ്ടത് എല്ലാ ട്രേഡ് യൂണിയനുകൾക്കും കൂടെ ഒറ്റ ട്രേഡ് യൂണിയൻ, കേന്ദ്ര ട്രേഡ് യൂണിയൻ. ആ ട്രേഡ് യൂണിയൻ്റെ സമ്മേളനം നടക്കുന്നതിൽ പ്രധാനമന്ത്രി ഒരു കാഴ്ചക്കാരനാണ്. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വരികയല്ല. പ്രധാനമന്ത്രി ആ കോൺഫറൻസിൻ്റെ പ്രതിനിധി സമ്മേളനം കഴിയുന്നത് വരെ അവിടെ ഇരുന്ന് അവിടെ തൊഴിലാളികൾ പറയുന്നത് കേട്ടിട്ട് എടുത്ത് അത് പ്രായോഗികമാക്കാൻ വേണ്ടി അവിടെ വന്നിരിക്കുകയാണ്. അവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ശക്തി തന്നെ ഒറ്റ ട്രേഡ് യൂണിയനേ ഉള്ളൂ. അല്ലാണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് ഓരോ ട്രേഡ് യൂണിയൻ. ഇവിടെ എന്താ, എൻ്റെ യൂണിയനിൽ ചേർന്നാൽ എനിക്ക് ഗവൺമെൻറ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് അത് ചെയ്തു തരാം. അല്ല, ഇവിടെ ഇപ്പൊ കോൺഗ്രസിന് 2 യൂണിയനൊക്കെ രണ്ടല്ല 3ആയി. അതുകൊണ്ട് ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല. റഫറണ്ടത്തിൽ പലതും 3ആയി. ഇപ്പൊ KSRTC നശിച്ചു പോയത് യൂണിയനെ കൊണ്ടാന്ന് പറയുന്നു. പല സ്ഥാപനങ്ങളിലും പ്രശ്നമാണ്, KSEBയിൽ പ്രശ്നമാണ്. അല്ല, അതൊക്കെ ഇതാ കാരണം. ഈ രാഷ്ട്രീയ ദർശനമുള്ള രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി, രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ട്രേഡ് യൂണിയനുകളെ കരുവായി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് അപജയമുണ്ട്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രാഷ്ട്രീയത്തിലും നമ്മുടെ ട്രേഡ് യൂണിയൻ രംഗത്തും നമ്മുടെ പ്രവർത്തന ശൈലിയിലൊക്കെ ഒരുപാട് അപജയങ്ങളുണ്ട്. നമുക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു സമൂഹമായി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ജോർജ് ഫെർണാണ്ടസിനെ പോലുള്ള ധീര സമര സേനാനികൾ, അപ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ചിത്രം അകത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെയായിരുന്നു എന്ന് പറയുകയും, നിതീഷ് കുമാറിനെ പോലെ ഒരു പോരാട്ടം നടത്തി കാസ്റ്റ് സെൻസസ് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി അവശത അനുഭവിക്കുന്ന പുറന്തള്ളപ്പെട്ട ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി സധൈര്യം മുന്നോട്ട് വന്ന് കാസ്റ്റ് സെൻസസ് കൊണ്ടുവരികയും, അങ്ങനെ കാസ്റ്റ് സെൻസസ് കൊണ്ടുവരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോറാറ്റ ബേസിസിൽ ഭരണഘടനയിൽ പറയുന്നത് പോലെ നമ്മളെ തുല്യമായ അവകാശമാണ് അവർക്കുള്ളത് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടുകയും ചെയ്യുമ്പോൾ ആ മനുഷ്യൻ കോർപ്പറേറ്റ് ശക്തികൾക്ക് വിധേയനായി അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി BJPയിലേക്ക് മടങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ സത്യത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അല്ല, അവിടെ അധികാരം നിലനിർത്താൻ വേറെ സർക്കാരിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, ഭീഷണി ഉണ്ടായിരുന്നില്ല. വിശാല സഖ്യ അവിടെ വളരെ ഗംഭീരമായി പോയിക്കൊണ്ടിരുന്നു. ആരോ കോൺഗ്രസ്സുകാർ തിരിച്ച് BJP പോകുന്നു, അത് ഏതാണ്ട് 9 പേര് മാത്രമാണ്. എന്നാൽ പോലും അവിടെ അങ്ങനത്തെ ഒരു ഭീഷണി ഉണ്ടായിരുന്നില്ല. അതിനേക്കാൾ നല്ലത് മറ്റേതാണ്. അല്ല, അത് എന്താ സംഭവം പറഞ്ഞത്, ഇപ്പൊ ഇനി കേന്ദ്ര സർക്കാർ വീണ്ടും ഈ BJP തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നും, അപ്പൊ കേന്ദ്രത്തിലും കൂടി ഭരണത്തിൽ പ്രാതിനിധ്യം കിട്ടാൻ വേണ്ടിയുള്ള ചില ഒരു പക്ഷെ അതൊന്നും നടക്കുകയല്ല. അല്ലെങ്കിൽ ഇന്ത്യൻ ജനം, നമ്മളിപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ എൻ്റെ അടിയന്തരാവസ്ഥയുടെ കാര്യം തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഇവിടെ ഏറ്റവും കാര്യമായി പ്രതികരിച്ചതാരാ? ബുദ്ധിജീവികളാണോ? അല്ല. വക്കീലന്മാരാണോ? അല്ലെങ്കിൽ അധികാരത്തിൻ്റെ രാഷ്ട്രീയക്കാരാണോ? പാവപ്പെട്ടവരാണ്. ഉണ്ണാനും ഉടുക്കാനും ഇല്ലാതെ കണ്ടിരുന്ന പാവങ്ങളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. നമുക്കിവിടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം തുറന്നു പറയുന്നതിന് വേണ്ടിയും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയും ഒരു അവസരം, സാഹചര്യമുണ്ട് എങ്കിൽ ഈ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടും. പക്ഷെ അവിടെ ഒരു വേറൊരു പ്രശ്നമാണ്. അതാണ് പ്രശ്നം. ഒരു പ്രശ്നം മാനിപ്പുലേഷൻ. അവിടെയാണ് വിഷയം. ഇവിടെ ഒരു വ്യക്തിയെ ബേസ് ചെയ്തുകൊണ്ടും ഭീകരമായ അഖിലേന്ത്യാ തലത്തിലും എല്ലാ തരത്തിലുമുള്ള രംഗങ്ങളിൽ വലിയ രീതിയിൽ മാനിപ്പുലേഷൻ നടക്കുന്നു. അതിൽ മീഡിയ വിലക്കെടുക്കുന്നു. യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥയേക്കാൾ മോശാവസ്ഥയല്ലേ ഇപ്പോൾ ഉള്ളത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ലാന്നല്ലേ ഉള്ളൂ. ഏറ്റവും മോശാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അത് ഒരു ഭയങ്കരമാണ്. അത് വലിയ ജനാധിപത്യം ഏറ്റവും അപകടകരമായ അവസ്ഥയിലല്ലേ ഉള്ളത്. ഒരു സ്വേച്ഛാധിപത്യത്തിൻ്റെ എല്ലാ മുഖങ്ങളും ഇവിടെയുണ്ട്. ആ സ്വേച്ഛാധിപത്യത്തിൻ്റെ എല്ലാ മുഖങ്ങളുടെയും ആരംഭം നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ഈ 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാകുകയും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി പോരാട്ടം നടത്തുകയും ചെയ്യുമ്പോൾ അതിന് സൈമിൾട്ടേനിയസായി, അതിന് പാരലായി ഇന്ത്യയിൽ വളർന്നു വന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അത് മണ്ണിൻ്റെ അടിയിലായിരുന്നു. ഇതൊരു ഒരു ലെയറിന് താഴെയായിരുന്നു. അത് പുറത്തേക്ക് വന്നിരുന്നില്ല. അതാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. ആ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ രാജ്യത്ത് മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട് സോഷ്യലിസം പോലുള്ള ഒരു ആശയത്തെക്കുറിച്ചോ ഒരു ആദർശത്തെക്കുറിച്ചോ പറഞ്ഞിരുന്നില്ല. തുല്യതാബോധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. മത സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും പറഞ്ഞിരുന്നില്ല. ജനാധിപത്യത്തെക്കുറിച്ചും പറഞ്ഞിരുന്നില്ല. അവർ പറഞ്ഞിരുന്ന ഉള്ളിൽ വളർത്തിക്കൊണ്ടുവന്നിരുന്ന ശക്തി ഒരു സ്വേച്ഛാധിപത്യത്തിൻ്റെ ശക്തിയായില്ല. അത് RSS ഒരിക്കലും ദേശീയതയെ അംഗീകരിച്ചിരുന്നില്ലല്ലോ. അതല്ല.
നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, അവരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അതായത് ബ്രിട്ടീഷുകാർക്ക് അരി നിന്ന ആളുകൾ, ദീൻദയാൽ ഉപാധ്യായ അല്ലെന്നൊരിൽ ദീൻദയാൽ ഉപാധ്യായ മാത്രമല്ല അവർ കൊടുത്തിട്ടുള്ള തത്വശാസ്ത്രങ്ങൾ, ഗോൾവക്കർ കൊടുത്തിട്ടുള്ള തത്വശാസ്ത്രങ്ങൾ, ജാതീയമായ ചിന്തകൾ, ഹിന്ദു രാഷ്ട്രം എന്നുള്ള ചിന്ത, ഹിന്ദുവിൻ്റേതാണ് ഇന്ത്യ എന്ന് വരുത്തി തീർത്തത് അതല്ലാത്തവർ അവരുടെ പിതൃരാജ്യങ്ങളിലേക്ക് പോയിക്കൊള്ളണം എന്ന് പറയുന്ന സാഹചര്യം, ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കി നാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോൾ നമ്മളോടൊപ്പം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാതെ രഹസ്യമായി RSS രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന സംഘടന ഓരോ അമ്പലങ്ങളെയും കേന്ദ്രീകരിച്ച് കൊച്ചു കൊച്ചു കുട്ടികളെ അവരെ റിക്രൂട്ട് ചെയ്ത് പഠിപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു രാഷ്ട്രീയം. ആ രാഷ്ട്രീയം വർഗീയമാണ്. ആ വർഗീയ രാഷ്ട്രീയത്തിന് വളരാൻ അടിയന്തരാവസ്ഥയിൽ ഞങ്ങൾ ചെയ്ത കാര്യം കൂടി സഹായകരമായി തീർന്നു എന്നുള്ളത് ഞാൻ കുറ്റസമ്മതത്തോടു കൂടി ഏറ്റുപറയുന്നു. സത്യമാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇന്ന് മറനീക്കി അധികാരം ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ മോഡി അത് കൃത്യമായും ആ RSS എന്ന സംഘടന അന്ന് എന്ത് പറഞ്ഞോ, അതായത് ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ്, ഇത് മുസൽമാൻ ഇവിടെ സ്ഥാനമില്ല, അവൻ തിരിച്ച് അവൻ്റെ പിതൃരാജ്യത്തേക്ക് പോക്കണം, ക്രിസ്ത്യാനി ഇവിടുത്തെ ആളല്ല, ഇവിടെ ഞങ്ങൾ പണക്കാരനെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. വളരെ വ്യക്തമല്ലേ? ഈ ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ അഡാനിയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദൈവം, അംബാനിയാണല്ലോ ദൈവം. അതുപോലെ കുറേ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിട്ടുള്ള ആളുകളല്ലേ, എല്ലാവരും തൊഴിലാളികളാണ്. തൊഴിലാളി പ്രസ്ഥാനത്തിന് എന്തുണ്ടായി? എല്ലാ തൊഴിൽ നിയമങ്ങളും കാലാകാലങ്ങളായി എല്ലാ ഗവൺമെൻറ്റുകളും ലോകം എമ്പാടും അംഗീകരിച്ചിട്ടുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ, തൊഴിലാളികളെ തുല്യമായി കണ്ടുകൊണ്ട് തൊഴിലിൻ്റെ മഹിമ കൊണ്ടാണ് രാജ്യം നിലനിൽക്കുന്നുള്ള ഒരു തൊഴിൽ സംസ്കാരം, ആ സംസ്കാരം ഇല്ലാണ്ടാക്കി പൂർണ്ണമായി. പിന്നെ സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള ഉച്ചനീചത്വങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? അതിൻ്റെ അന്തരം കൂടി വരികയല്ലേ. അന്തരം കൂടി വരിക മാത്രമല്ലല്ലോ, ഉള്ളവൻ നല്ലവൻ, ഇല്ലാത്തവൻ അവൻ പരമദ്രോഹി, അവൻ ഈ ഇല്ലാത്തവനായി തീർന്നത് അവന്റെ കയ്യിലിരിപ്പുണ്ടാണെന്നാ പറയുന്നത്. മാത്രമല്ല ദൈവത്തിന്റെ ശിക്ഷ. കറക്റ്റ്. നിങ്ങൾക്ക് അറിയില്ല, ഞാൻ ഈ ജയിലിൽ കിടക്കുന്ന കാലത്ത് എൻ്റെ ഏറ്റവും അടുത്ത തൊട്ട സെല്ലിൽ കിടന്നിരുന്നതാണ് പരമേശ്വരജി. അദ്ദേഹം RSSന്റെ സ്ഥാപകനാണ്. ഞങ്ങൾ എല്ലാ ദിവസവും 3 മണി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ തർക്കമുണ്ടാവും സോഷ്യലിസത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങളനുസരിച്ച് അദ്ദേഹം ഞങ്ങളോടുള്ള ചർച്ചയുടെ ഇടയിൽ പറയുന്നതാണ്, ഒരുത്തൻ പാവപ്പെട്ടവനായി ജനിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവനോ അവൻ്റെ അച്ഛനോ അവൻ്റെ പിൻഗാമികളോ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതന്നെ, പണക്കാരനായിട്ട് ജനിക്കുന്നവനും ബ്രാഹ്മണനായി ജനിക്കുന്നവനും നേരത്തെ അവന്റെ മുൻജന്മ ഗുണം കൊണ്ടാണ്, സുഹൃതം കൊണ്ടാണ്. അപ്പോൾ ഈ തത്വശാസ്ത്രം ആണ് RSSന്റെ തത്വശാസ്ത്രം. അത് പണക്കാർക്ക് വേണ്ടിയുള്ള തത്വശാസ്ത്രമാണ്, അത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള തത്വശാസ്ത്രമല്ല. സാധാരണക്കാരൻ ചെരുപ്പ് ഇടാൻ പാടില്ല, സാധാരണക്കാരൻ വരേണ്ടത് എങ്ങനെയാണ്, ഇതൊക്കെ അവർ പറയുന്നുണ്ട്. ഏകലവ്യൻ്റെ കഥ അറിയാമല്ലോ. അവന് പഠിക്കാൻ അവകാശമുണ്ടോ? അസ്ത്രവിദ്യ. അവൻ അസ്ത്രവിദ്യ പഠിച്ചതുകൊണ്ട് അവൻ്റെ വിരൽ മുറിച്ച് വാങ്ങിച്ചില്ലേ. അപ്പോൾ ഇവിടെ പാവപ്പെട്ടവന്, അധകൃതന് അതിനുള്ള അവകാശമില്ല. ജാതി സമ്പ്രദായം, ആ ജാതി സമ്പ്രദായത്തിൽ ബ്രാഹ്മണൻ എല്ലാത്തിനും അവകാശപ്പെട്ടവനാണ്, എല്ലാവൻ്റേതും എല്ലാത്തിനും അവകാശപ്പെട്ടവനാണ്. ആ സമ്പ്രദായത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു വ്യവസ്ഥിതി ഇവിടെ വേരുപിടിച്ചിരിക്കുന്നു. ഇതിനെതിരെ എന്ത് ചെയ്യും? രാഷ്ട്രീയത്തിൽ നാം ജനങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു മുദ്രാവാക്യം അതാണ്. ഈ രാജ്യം മഹാഭൂരിപക്ഷം ഇതിനെതിരാണ്. ഇവിടെ അധസ്ഥിതരാണ്, പിന്നോക്കക്കാരാണ്, പാർശ്വവത്കരിക്കപ്പെട്ടവരാണ്, തൊഴിലാളി പാർശ്വവത്കരിക്കപ്പെട്ടവരാണ്. കാര്യം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ പിന്നോക്ക വിഭാഗങ്ങളും അധസ്ഥിത വിഭാഗങ്ങളും അവർ ഇല്ലായ്മയിൽ വളരുന്നവരാണ്. അവർക്ക് സ്വത്തില്ല, വീടില്ല, യാതൊന്നുമില്ല. ഇവർ തുല്യരാണ് എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രം, ആ തത്വശാസ്ത്രം അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതും 100 വർഷം നീണ്ടു നിന്ന പോരാട്ടം നടത്തിയതും ഗാന്ധിജി അതിന് നേതൃത്വം നൽകിയത്. ഒരു ടേം കൂടി ഈ മോദി അധികാരത്തിൽ വന്നാൽ ഈ നിലവിലുള്ള ഭരണഘടന ഇതേപോലെ നിലനിൽക്കുന്നു? ഇല്ല, ഒരിക്കലും നിലനിൽക്കും. അതുപോലെ തന്നെ ഇന്ത്യ എന്നുള്ള പേര് നിലനിൽക്കുന്നു? ഇല്ല, അത് ഭാരതം മാത്രമല്ല. മോഡി പറയും എൻ്റെ ചെരുപ്പ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നു സിംഹാസനത്തിൽ. ഇനി അത് ഭരതൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഭരതന്റെ ചെരുപ്പ് വെച്ചിട്ടില്ല ഭാരതവർഷം അങ്ങനെയല്ലേ ഉണ്ടായത്. മോഡിയുടെ ചെരുപ്പ് നോക്കി
ആ ചെരുപ്പ് നോക്കി ഭരിക്കാൻ പറയും ഓരോ സംസ്ഥാനത്തിലെ മന്ത്രിമാരോടും. എൻ്റെ ചെരുപ്പ് ഞാൻ എൻ്റെ സിംഹാസനത്തിൽ വെച്ചിട്ടുണ്ട്, ആ ചെരുപ്പിനെ നോക്കി നിങ്ങൾ നിങ്ങളുടെ സംസ്ഥാനം കൊണ്ടുപോക്കണം. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് വരാൻ പോകുന്നത്, അവനോട് പറയും, നീ എൻ്റെ ചെരുപ്പ് കണ്ടോ, ഈ ചെരുപ്പ് ഭരതവർഷം എന്ന് പേര് വിട്ട് ഭരതൻ്റെ ചെരുപ്പ് നോക്കി ഉണ്ടാക്കിയ രാഷ്ട്രം ആ രാഷ്ട്രമായി ഇത് മാറുകയും അത് മോഡിയുടെ ചെരുപ്പ് വെച്ച് ആ ചെരുപ്പിനെ ആരാധിക്കുന്നത്. രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ മോഡി സ്തുതിക്ക് പകരം മോഡിയുടെ ചെരുപ്പിരിക്കുന്ന നോക്കി കൈകൂപ്പി നാമം ജപിക്കേണ്ടി വരും. നമ്മൾ ഉണ്ടാക്കിയല്ലേ ഇത്, നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതെങ്ങനെ എടുത്ത് കളയുമെന്നുള്ളതാണ് പ്രശ്നം. ഒന്നേ എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ തോന്നുന്നുള്ളൂ, ജനങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തയോടുകൂടി വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയാൽ ഇപ്പോഴും ജനങ്ങൾ ഇതിനെ എതിർക്കും. പക്ഷേ ഈ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ മാത്രം ഈ ഈ ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളെ തൂത്തുകളയാൻ പറ്റും, നമുക്ക് തൂത്തുകളയാൻ പറ്റും തോന്നുന്നുണ്ടോ? ഈ ഇന്ദിരാഗാന്ധിയുടെ അനുഭവത്തിൽ നിന്ന് അത് കളയാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ വരുന്നത് അപകടമാണ്, അല്ലാത്തതിന് നമുക്ക് പിന്താങ്ങാൻ പറ്റില്ലല്ലോ. അതല്ലെങ്കിൽ വരുന്ന ഇത് പട്ടാളം തീയും ജനം തിരിയും, വീട്ടിലിരിക്കുന്ന വെട്ടുകത്തിയും പിച്ചാത്തിയും ഒക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആയുധങ്ങളായി മാറും, രക്തക്കളമായി മാറും. അത്തരം ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ എൻവിസേജ് ചെയ്യാൻ പാടില്ല. പക്ഷെ സാർ, ഇപ്പം നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈയാപാറ്റകളെ പോലെ കൂട്ടമായിട്ട് ഈ വിളക്കിനടുത്തേക്ക് പോയി വീണ് മരിക്കുക എന്നുള്ള അവസ്ഥയാണ്. കാരണം എല്ലാ ആളുകളും ഭക്തി മൂവ്മെന്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഭൂരിപക്ഷം ഹിന്ദി ഹൃദയ ഭൂമിയിൽ എല്ലാ ആളുകളും അതിൽ നിന്ന് മുക്തി വരും. അത് അനുഭവത്തിൽ നിന്ന് പഠിക്കും അത്. കാരണം ഞാൻ ഒന്ന് പറയാം, ഇവിടെ കോവിഡ് വന്ന ഉടനെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ചികിത്സാ സമ്പ്രദായം എന്തായിരുന്നു? ഉടനെ വിളക്ക് കത്തിക്കുക, മണി കിളിക്കുക, ചൂലെടുത്തടിക്കുക, കോവിഡ് പോകുമെന്ന് പറഞ്ഞു. പോയോ? അവസാന ആളുകൾ മരിച്ച് ഗംഗയിൽ കൂടെ ശവശരീരങ്ങൾ ഇങ്ങനെ ഒഴുകി പോകുന്നു. റോഡിൽ ആളുകൾ മരിച്ചു വീഴുന്നു. അസുഖം വന്നവനെ കൊടുക്കുന്നില്ല. അവസാനം മരുന്നിനെ തന്നെ കേന്ദ്രീകരിക്കേണ്ടി വന്നു. പിന്നെ അത് അത്തരത്തിലുള്ള ഇഞ്ചക്ഷൻ അല്ലേ നമ്മളെല്ലാവരും പോയി നിന്ന് ചെയ്തിട്ട് രക്ഷപ്പെട്ടു. മാതാമൃതാനന്ദ പോലും ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. അതെ അതെ അതെ, അതാണല്ലോ യാഥാർത്ഥ്യം. അപ്പോൾ സത്യങ്ങൾ പുറത്തു വരും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം, ഞങ്ങൾക്ക് പണ്ടേ വിമാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഓർക്കുന്നു. പുഷ്പ വിമാനം, ഞങ്ങൾ വിമാനം കണ്ടുപിടിക്കുന്നതിന് ഞങ്ങളുടെ രാജ്യത്ത് വിമാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്താ ഇതിനാണ് ഒബ്സ്കുരാൻറ്റിസം എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? ദീസ് ആർ ദ ഒബ്സ്കുരാൻറ്റിസംസ്. ഈ ഒബ്സ്കുരാൻറ്റിസം എത്ര കാലം നിലനിൽക്കും? കുറച്ചാലേ നിലനിൽക്കും. അതുകൊണ്ട് എനിക്ക് ശുഭാപ്തി വിശ്വാസമാണ്, ഒറ്റ കാര്യം നിലനിന്നാൽ വോട്ട് ചെയ്യാൻ അവകാശം. അവിടെയാണ് സംശയം. അപ്പൊ EVM വരുന്നു. EVM ഉപയോഗിച്ച് അത് തിരിച്ചുപയോഗിക്കാൻ കഴിയുമെങ്കിൽ മാനിപ്പുലേഷൻസ് മാത്രമാണ് നമ്മൾ കാണുന്നത്. ഈ മാനിപ്പുലേഷൻസ് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് നോക്കുക. മാനിപ്പുലേഷൻ്റെ കഥകൾ, ഈ മാനിപ്പുലേഷൻ്റെ കഥകൾ നമുക്ക് മറക്കാൻ കഴിയുമോ? ഈ കാശ്മീർ ഇഷ്യൂ ഒക്കെ വരുന്ന അവസരത്തിൽ മാനിപ്പുലേഷൻ കൊണ്ടല്ലേ? ഇതാണ് പുൽവാമ, പാലക്കോട്ട്, കഴിഞ്ഞ ഇലക്ഷൻ, ഈ ഇലക്ഷൻ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാനിപ്പുലേഷൻസ്. ഈ മാനിപ്പുലേഷൻസ് എത്ര കാലം നിലനിൽക്കും? യാഥാർത്ഥ്യത്തിന് നേരെ നമുക്ക് കണ്ണടയ്ക്കാൻ കഴിയുമോ? പട്ടിണി ഉള്ളിടത്ത് പട്ടിണി ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇത് ഒരു സായുധ വിപ്ലവത്തിലേക്കോ ഒരു 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 പോകാതെ അതിനെ ഒരു ജനാധിപത്യ പ്രോസസ്സിൽ കൂടെ അധികാരത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമുക്കൊരു പക്ഷേ കിട്ടുന്ന അവസാന ചാൻസ് ആയിരിക്കാം ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ കരുതുന്നു. അത് എത്രമാത്രം വിനിയോഗിക്കുമെന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിൽ കോൺഗ്രസ് ഒരുപാട് തിരുത്തപ്പെടേണ്ടതുണ്ട്. കോൺഗ്രസ് ഇനി എത്ര ശതമാനം ആളുകൾ BJPയിലേക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. പറ്റുമോ? കേരളത്തിൽ പോവില്ലേ? കേരളത്തിൽ പോകും. അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകൾ അധികാരം നോക്കിക്കൊണ്ട് തന്നെ പോകും. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ എടുത്ത് പരിശോധിക്ക്. നാളെ മുഖ്യമന്ത്രിയാകാൻ കഴിയുമെങ്കിൽ സുരേന്ദ്രനുമായി കൈകോർക്കുന്നതിന് തയ്യാറാകുന്ന കോൺഗ്രസ് കാര്യം ഉണ്ടാവില്ലേ? അല്ല, ഉണ്ട്. സുരേന്ദ്രൻ പേടിച്ചിട്ട് ആളുകൾ അടുപ്പിക്കാത്തത് അത് ഇന്ത്യ മുഴുവൻ ഉണ്ടാവില്ലേ? ഉണ്ട്. പിന്നെ ഉണ്ടാവും. കോൺഗ്രസിനെ നമ്മൾ എത്രമാത്രം നമ്പും? പക്ഷെ ഇതിലൊരു വേറൊരു സംഭവം, ഇപ്പൊ കർണാടക പോലെ സ്ഥലത്ത് നമുക്കറിയാം ഒരുപാട് കോൺഗ്രസ്സുകാർ BJPയിൽ പോവുകയും കോൺഗ്രസ് BJP അലയൻസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് പോലും ഒരു സമയം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അവിടെ തിരിച്ചു വന്നു. അതെന്താ കാരണം എന്നറിയോ? കർണാടകത്തിലുണ്ടായ ആ പ്രോസസ്സ് ഇവിടെ ഉണ്ടാവണം. പക്ഷേ കർണാടകത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അധികാരത്തിൽ വന്ന കോൺഗ്രസ് അത് മറക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. ഇനി കർണാടകത്തിലെ സ്ഥിതിഗതികൾ അറിയാം.
കർണാടകത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ഈ BJPക്കെതിരെ ഒന്ന് എന്നുള്ള ശക്തമായ മുദ്രാവാക്യവുമായി മുന്നോട്ട് വരികയും കോൺഗ്രസ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കോൺഗ്രസിനെ ഞങ്ങൾ സഹായിക്കുമെന്നുള്ള നിലയിൽ മുന്നോട്ട് വരികയും പ്രവർത്തിക്കുകയും ചെയ്തു. അത് ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല. കേരളത്തിൽ തയ്യാറാവുന്നില്ല. കേരളത്തിലെ പ്രശ്നം അവർ ഗ്രൂപ്പിസം ഇപ്പോൾ ഏറ്റവും രൂക്ഷാവസ്ഥയിലാണ്. ഏറ്റവും മോശം അവസ്ഥയിലാണ്. ഗ്രൂപ്പിസം മാത്രമൊന്നുമല്ല, ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് അനലൈസ് ചെയ്ത് ദീർഘമായിട്ട് പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് സ്ഥായിയായ ഒരു മാറ്റം വരുവാൻ ഉള്ള ചേഞ്ച് വരുത്താൻ കോൺഗ്രസ് ബാധ്യസ്ഥമാണ്. അതുകൊണ്ട് കോൺഗ്രസ് അടിയന്തരമായി ചെയ്യേണ്ടത് BJP വിരുദ്ധ ശക്തികളെ തങ്ങളുടെ താല്പര്യങ്ങൾ മറന്നുകൊണ്ട് യോജിപ്പിക്കുന്നതിന് തയ്യാറാകുക. അടിസ്ഥാനപരമായി കോൺഗ്രസിൻ്റെ ഉള്ളിൽ കോർപ്പറേറ്റീവ്സത്തോട് മൻമോഹൻ സിംഗും ചിദംബരവും എല്ലാം കാണിച്ച താല്പര്യം ഞങ്ങൾക്കില്ലെന്നും ഞങ്ങൾ ഈ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന തുല്യതാബോധത്തിനും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടി തന്നെ നിലകൊള്ളുന്നവരാണെന്നും ഉള്ള ബോധ്യം ഉണ്ടാക്കി തീർക്കുന്നതിന് പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതിനേറ്റവും ആവശ്യമുള്ളത് ചെറുതും വലുതുമായ ഇത്തരം ശക്തികളെ കോൺഗ്രസ്സിൽ കൊണ്ടുവരാൻ, കോൺഗ്രസ് യോജിപ്പിക്കാൻ, കോൺഗ്രസ് ഐക്യമുണ്ടാക്കാൻ പരിശ്രമിക്കണം. സ്ഥാനമാനങ്ങളെ ഇതുപോലെ നിതീഷ് കുമാറിനെ പോലുള്ള ആളുകൾ ഇനി ഉണ്ടാകാതെ കണ്ടിരിക്കുന്നതിന് ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ കോൺഗ്രസ്സിനാണ് മറ്റാരേക്കാളും കൂടുതൽ ചുമതല. അതുകൂടി കോൺഗ്രസ് കാണേണ്ടതുണ്ട്. നിതീഷ് കുമാറും ഒക്കെ സമീപന രീതിയിൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത കാര്യങ്ങളുണ്ട്. അധികാരത്തെ സംബന്ധിച്ചിടത്തോളം അധികാരം വേണ്ട എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ വളരെ കുറവായിരിക്കും. ഇല്ലെന്ന് തന്നെ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അധികാര രാഷ്ട്രീയത്തിന് തോക്കാൻ വേണ്ടി നിന്ന് ജയിച്ചു. ആ സമയത്ത് പാർലമെൻറ്റിൽ പ്രവർത്തിച്ചു. അല്ലാത്ത സമയത്ത് ഞാൻ പണിയെടുക്കുന്നു, ജീവിക്കുന്നു. എൻ്റെ തൊഴിലാളികൾ എന്നെ തിരഞ്ഞെടുത്തു, തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, സമരങ്ങൾ നയിക്കുന്നു, ഈ കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നു, എൻ്റെ അറിവനുസരിച്ച് എനിക്ക് കിട്ടുന്ന സാഹചര്യങ്ങളനുസരിച്ച് ഉപയോഗിക്കുന്നു. ആശയപരമായി ഈ ഭരണഘടന രൂപീകരിക്കുമ്പോൾ കോൺഗ്രസിനുള്ളിലുണ്ടായിരുന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അംഗീകരിച്ചിരുന്ന ജനാധിപത്യ സോഷ്യലിസം അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് കോർപ്പറേറ്റിസവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ ഈ റോബോട്ടിസവും വളർന്നു വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യന് പ്രാധാന്യം നൽകുന്ന, മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകുന്ന, മാനുഷികമായ മൂല്യങ്ങളെ കൂടുതൽ അംഗീകരിക്കുന്ന ഗാന്ധിജി ഒരു പരിധിവരെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന സോഷ്യലിസം. ദീർഘകാലമായി തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. നിരവധി ട്രേഡ് യൂണിയൻ സംഘടനയുടെയും ഒക്കെ നേതാവാണ്. ലോകരാജ്യങ്ങൾ ഏതാണ്ട് 40ഓളം രാജ്യങ്ങളിൽ ഈ ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്ത ആളാണ്. പക്ഷെ ഇപ്പോൾ ഉള്ളൊരു വലിയൊരു പ്രശ്നമുണ്ട് സാർ, അത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന അറിയില്ല. നേരത്തെ പറഞ്ഞ തന്നെ ഈ റോബോട്ടുകൾ ജോലി ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അവർക്ക് എന്ത് വേണ്ട, ഭക്ഷണം വേണ്ട, അവർക്ക് വിശ്രമം വേണ്ട, അവർക്ക് കൂലി വേണ്ട, ഒന്നും വേണ്ടാത്തൊരു കാലത്തേക്ക് നമ്മൾ വന്നു. അപ്പോൾ ഈ തൊഴിലാളി വർഗത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അത് വളരെ, അതായത് നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ലോകത്ത് മുഴുവൻ നിരന്ന് വന്നിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. തൊഴിലില്ലായ്മ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഉൽപാദനത്തിൽ മാറ്റം വന്നിട്ടില്ല. കാർൽ മാർക്സ് തന്നെ പറഞ്ഞു, കാർൽ മാർക്സ് തന്നെ പറഞ്ഞ ഉൽപാദന ഉപാധികളും ഉൽപാദന ബന്ധങ്ങളും തമ്മിലുള്ള ദി റിലേഷൻസ് വിത്ത് പ്രൊഡക്ഷൻസ് ആൻഡ് ദി കോസ് ഓഫ് പ്രൊഡക്ഷൻ, അതിൻ്റെ മെത്തേഡ്സ്, ഈ മെത്തേഡ്സിൽ മാറ്റം വന്നു. ആധുനികവൽക്കരിക്കപ്പെട്ടു. നമുക്ക് മനുഷ്യൻ വേണ്ട, കംപ്ലീറ്റ് മെഷീനൈസ് ചെയ്തു. അതിനാണ് സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയും. അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വന്നു. അപ്പോൾ അവിടെ എന്താ വേണ്ടത്? അവിടെ വേണ്ടത് ഒരു ഭരണാധികാരിയുടെ തോട്ടാണ്. ഭരണത്തിലേക്ക് വരുന്നവർ തങ്ങൾക്ക് ഈ മനുഷ്യരോട് ചുമതലയുണ്ട് എന്നുള്ള നിലയിൽ അത് ഏത് തരത്തിൽ ഉണ്ടാകുന്നത് പൊതുസമൂഹത്തിൻ്റെ സ്വത്തായി അംഗീകരിക്കുന്നതിനും ഈ മനുഷ്യൻ്റെ മാനസികമായ വളർച്ചയും മനുഷ്യൻ്റെ ജീവിത രീതികളിൽ വരേണ്ട മാറ്റങ്ങളും പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക് പോകണം. അതിന് പകരം ഇവിടെ നമ്മൾ കാണുന്നത് അത് യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ, യുദ്ധങ്ങൾ നടത്താൻ. നമ്മളിപ്പോൾ എത്ര അനുഭവങ്ങളുണ്ടായി. ഇപ്പോൾ ഗാസയിലുണ്ടാകുന്ന അനുഭവങ്ങൾ, അല്ലെന്നൊരിയിൽ യുക്രൈനിലുണ്ടായ അനുഭവങ്ങൾ, യുദ്ധത്തിന് വേണ്ടി താല്പര്യം കാണിക്കുന്ന സാഹചര്യങ്ങൾ, ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇത് നീ എന്നെ ആക്രമിച്ചാൽ നീ എന്നെ ആക്രമിക്കുന്നതിന് മുമ്പായി ഞാൻ ഉപയോഗിക്കും, ലോകത്തിൻ്റെ പകുതി നശിപ്പിക്കാൻ എനിക്ക് കഴിയും എന്നുള്ള ഭീഷണി പുലർത്തുന്ന സാഹചര്യങ്ങൾ. ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി തീർന്നുകൊണ്ട് അധികാരത്തിൻ്റെ ശക്തി കേന്ദ്രീകരിക്കുന്നതിന് പകരം ജനങ്ങളുടെ ശക്തി, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നൊരു ശക്തി, ആ ശക്തി ഉണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്രീകരിക്കണം. ഇത് കണ്ടൊരു മഹാനുണ്ട്, മറ്റാരുമല്ല, മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജിയുടെ പഠനങ്ങൾ നമ്മൾ തീവ്രമായി പഠിക്കുമ്പോൾ
തന്നെപ്പോലെ തന്നെ നാട്ടിലെ ഏറ്റവും എളിയവൻ ഉയരുമ്പോൾ മാത്രമേ ജനാധിപത്യം അർത്ഥവത്ത സ്വാതന്ത്ര്യം അർത്ഥവത്താകുകയുള്ളൂ എന്ന് പറയുകയും തൻ്റെ ജീവിതം മാതൃകയാണ് എന്ന് പറഞ്ഞ് ആ മാതൃകാപരമായ ജീവിതത്തെ ഒരു ആയുഷ്കാലം മുഴുവൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു സമ്പ്രദായമല്ലേ. ആ സമ്പ്രദായം നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്ന മനുഷ്യത്വമില്ലേ, ആ മനുഷ്യത്വത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു സോഷ്യലിസം, മാനവിക സോഷ്യലിസം അത് വരണം. അത് വരുന്നതിന് കോൺഗ്രസിനകത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാകുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന അതിൻ്റെ രേഖകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് കാഴ്ചവെച്ചിട്ടുള്ളത് അതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭരണഘടനയിലും ആമുഖത്തിലും ഭരണഘടനയുടെ ഉള്ളിൽ മൗലിക തത്വങ്ങളിലും അതുപോലെ ഭരണഘടനയുടെ പ്രാവർത്തികമാക്കേണ്ട രംഗത്തും ആ തുല്യതാബോധത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള നിർദ്ദേശങ്ങളുണ്ട്. നമ്മുടെ ഭരണഘടന അമൂല്യമാണ്, ഭരണഘടനയുടെ നിർദ്ദേശങ്ങൾ അമൂല്യങ്ങളാണ്, ഭരണഘടന കാഴ്ചപ്പാടുകൾ അമൂല്യങ്ങളാണ്, അത് മനുഷ്യത്വത്തിലൂന്നിയതാണ്. അതിനെ നടത്തിക്കിട്ടാൻ അതിന് പകരം ഇവിടെ രാമൻ്റെ രാജ്യമാണ്, രാമൻ ഇന്നതാണ് കണ്ടത്, ഭരതൻ ചെരുപ്പ് വെച്ചിരുന്നു, അതുകൊണ്ട് ആ ചെരുപ്പിനെ വണങ്ങിക്കൊണ്ട് ജീവിക്കുന്ന വിധേയത്വമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒരു ശക്തി, ഒരു പാർട്ടി, ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു നേതാവ് എന്നുള്ള സ്വേച്ഛാധിപത്യത്തിലേക്ക് ഈ രാജ്യം വഴുതി വീണ് പോകാതെ ഇരിക്കുന്നതിന് ഉള്ള ശ്രമങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രയോജനപ്രദമായി തീരുമെങ്കിൽ ആ സന്ദേശം എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ് ഏവരുടെയും ചുമതല. എൻ്റെ ഒരു വിശ്വാസം അതിന് ആവശ്യമായ ഉരുത്തിരിഞ്ഞ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ചെറുതായിട്ടാണെങ്കിലും ഞാൻ അതിൻ്റെ ചില പ്രഭാകിരണങ്ങൾ അവിടെയും ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ 20 സംസ്ഥാനങ്ങളിൽ പഴയ ഈ കോൺഗ്രസിനുള്ളിലുണ്ടായ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പുനർജീവിച്ചു വന്നിരിക്കുന്നു. സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്നെപ്പോലെയുള്ള കുറേ ആളുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ 100 വയസ്സ് തികഞ്ഞിരിക്കുന്ന ജി പരീഖ് എന്ന് പറയുന്ന ആൾ ഒന്നാന്തരം ഒരു ഉദാഹരണമാണ്. അദ്ദേഹം ഇതിൻ്റെ ഒരു മാതൃകയാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട്. ഈ ഫെബ്രുവരി 10-ാം തീയതി അദ്ദേഹത്തിന് 100 വയസ്സ് തികഞ്ഞിരിക്കുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൽ ഇടപെട്ട് അറസ്റ്റ് വരിക്കപ്പെട്ട് ജയിലിൽ കിടന്ന ആളാണ്. ആരുണ്ട് ആ സമരത്തിൽ ഇടപെട്ട് ജീവിച്ചിരിക്കുന്ന ആരുണ്ട്? കഴിഞ്ഞ മാസം ഞാൻ അവിടെ അദ്ദേഹത്തോടൊപ്പം ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പൻവേലിലുള്ള ഒരു വലിയ സെൻ്ററുണ്ട്, ആ സെൻ്ററിൽ പോയിരുന്നു, അദ്ദേഹത്തെ കണ്ടിരുന്നു, അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ അത്തരം പ്രകാശത്തിൻ്റെ കിരണങ്ങളുണ്ട്. നമുക്കവയെ യോജിപ്പിക്കാനും ഒരുമിപ്പിക്കാനും ഒന്നിച്ചു കൊണ്ടുവന്ന് മുന്നോട്ട് പോകാനും കഴിഞ്ഞാൽ പ്രതീക്ഷയുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസിനുള്ളിൽ തന്നെ അത് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഗാന്ധിജി കൊടുത്ത നയവും ഗാന്ധിജി കൊടുത്ത ലീഡർഷിപ്പും അതാണ്. കോൺഗ്രസിന് ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരുപറ്റ നേതാക്കന്മാർ, ഒത്തിരി നേതാക്കന്മാർ ആ കാഴ്ചപ്പാടുള്ളവരാണ്. പക്ഷേ അതിന് വിപരീതമായി ഇപ്പോൾ ജോർജ് ഫെർണാണ്ടസിന് ഇങ്ങനെ സംഭവിക്കാമെങ്കിൽ പിന്നെ കോൺഗ്രസിനുള്ളിലുള്ളവർക്ക് സംഭവിക്കൂടെ? ഇപ്പോൾ കേരളത്തിലെ ഒരു നേതാവിനെ നാളെ യാതൊരു പ്രയാസവും കൂടാണ്ട് മുഖ്യമന്ത്രി ആകാനുള്ള സാഹചര്യം മോഡി ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ ആരാ പോകാത്ത? ഒരുപാട് ആൾക്കാർ, ഒരു സംശയമുണ്ടോ? അവർ തമ്മിൽ പോകുന്നവർ തമ്മിൽ അടിയാകും. അപ്പോൾ അതിന് വ്യത്യസ്തമായ ഒരു മുന്നേറ്റം ആവശ്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പാഠം എനിക്ക് ഭയപ്പാടുണ്ടാക്കുന്നതാണ്. മാനിപ്പുലേഷൻ ഗലോർ എന്ന് പറയാം. മാനിപ്പുലേഷനാണ്, എല്ലാ തരത്തിലുള്ള മാനിപ്പുലേഷനാണ് നമ്മൾ കാണുന്നത്. അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്നു. ഞാൻ JP അദ്ദേഹത്തിൻ്റെ 75-ാം പിറന്നാളിൽ ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയ ഒരു കുറിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിസൺസ് ഡയറിയിൽ. ക്ലയോവിസ്കി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ റഷ്യയിൽ സ്റ്റാലിൻസ് ഗോസ്റ്റ് എന്ന് പറയുന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. സ്റ്റാലിൻസ് ഗോസ്റ്റ്. എങ്ങനെയാണ് അധികാരം കേന്ദ്രീകരിക്കുന്നത്, ഗവൺമെൻറ്റുകൾ എങ്ങനെയാണ് അധികാരം ഉപയോഗിച്ചുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ആ മാനിപ്പുലേഷനാണ് ഇന്ന് സോവിയറ്റ് യൂണിയനിലും ചൈനയിലും നടക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ എഴുതി. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? സോവിയറ്റ് യൂണിയൻ ഇല്ലാതെ കണ്ടായി. ചൈന ഒരു കോർപ്പറേറ്റ് രാജ്യമായി, ചുവന്ന കോർപ്പറേറ്റിസം. കൊറിയൻ്റെ അവസ്ഥ, കൊറിയയും അങ്ങനെ തന്നെ, കൊറിയ അത് തന്നെ ഇതായി മാറി. അപ്പോൾ ഇവിടെയും അത്തരൊരു ഘട്ടമുണ്ടായാൽ ഇതിനെല്ലാം എതിരായിട്ടുള്ള ഒരു ശക്തി വളർന്നു വരും. നമ്മൾ അവസാനിച്ച് ഇപ്പം നമ്മൾ യു ടോൾഡ് സംതിങ് അബൌട്ട് വളർന്നു വരുന്ന ആ ഉൽപ്പാദന രംഗത്തെ മാറ്റങ്ങളെ സംബന്ധിച്ച്, ഉൽപ്പാദന ഉപാധികളും ഉൽപ്പാദന ബന്ധങ്ങളും തമ്മിലുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച്, അതിൽ റോബോട്ട്സും അല്ലെന്ന വരിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ വരുത്തി
മനുഷ്യനെ നിസ്സാരവത്കരിച്ചിരിക്കുന്ന സ്ഥിതിവിശേഷം. അങ്ങനെ മനുഷ്യനെ നിസ്സാരവത്കരിച്ചിരിക്കുന്ന സ്ഥിതിവിശേഷത്തിൽ ഈ മനുഷ്യന് പ്രാധാന്യം വരണ്ടേ? മനുഷ്യനാണല്ലോ പ്രാധാന്യം വരേണ്ടതാണ്. അപ്പോൾ അത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഇപ്പോഴും ആശയുടെ ചില കിരണങ്ങളുണ്ട്. ഒരു പക്ഷേ അതിനിടയ്ക്ക് എനിക്കറിയില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ത് നടക്കുമെന്ന്. പിന്നെ ഒരു സായുധ വിപ്ലവത്തിലേക്ക് പോകുന്നതും ജനങ്ങൾ ആയുധം എടുത്ത് പോരാടുന്നതൊന്നും ഞാൻ കാണുന്നില്ല. അതിനുള്ള സാധ്യതയൊന്നുമില്ല. ഇന്ത്യ പോലെ രാജ്യത്ത് ബുദ്ധിമുട്ടാണ്. അവിടെ ഗാന്ധിജിയുടെ മെത്തേഡ് തന്നെ നടക്കുകയുള്ളൂ. അത് ഞാൻ നേരത്തെ ചോദിച്ചത്. നമുക്ക് വെറും ജനാധിപത്യ പ്രക്രിയയുടെ മാത്രമല്ല, മറ്റൊരു പ്രക്രിയയിലൂടെ വേണമെങ്കിൽ ഈ വർഗീയ ശക്തികളെ നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് എൻ്റെ പ്രതീക്ഷ. ഇത്രയും തിരക്കുകൾക്കിടയിൽ ഞങ്ങളുമായിട്ട് ഇത്രയും സംസാരിച്ചതിന് നന്ദി. നമസ്കാരം.